മോഷണക്കുറ്റം ചുമത്തി പോലീസ് സ്റ്റേഷനിൽ തന്നെ മാനസികമായി പീഡിപ്പിച്ചെന്ന് ദളിത് യുവതിയായ ബിന്ദു റിപ്പോർട്ടറിനോടാണ് ആദ്യം പറയുന്നത്. കഴിഞ്ഞ 23-ാം തീയതിയാണ് നെടുമങ്ങാട് സ്വദേശി ബിന്ദുവിനോട് പേരൂർക്കട പോലീസ് ക്രൂരത കാട്ടിയത്. ബിന്ദു ജോലിക്ക് നിന്ന വീട്ടിൽ നിന്ന് സ്വർണ്ണമാല കാണാതായിരുന്നു. വീട്ടുകാർ നൽകിയ പരാതിയിൽ തന്നെ സ്റ്റേഷനിൽ എത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് ബിന്ദു റിപ്പോർട്ടറിനോട് പറഞ്ഞത്. 3 ദിവസമാണ് ബിന്ദു ഈ വീട്ടിൽ ജോലിക്ക് പോയത്. മറ്റൊരു വീട്ടിലെ ജോലി കഴിഞ്ഞു വരുമ്പോഴാണ് പോലീസ് ബിന്ദുവിനെ വിളിപ്പിച്ചത്. തുടർന്ന് മാനസികമായി പീഡിപ്പിച്ചുവെന്നും ബിന്ദു പറഞ്ഞിരുന്നു. ഏതായാലും റിപ്പോർട്ടർ വാർത്തയ്ക്ക് പിന്നാലെ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. ഇപ്പോൾ ബിന്ദു തത്സമയം നമുക്കൊപ്പമുണ്ട്. ബിന്ദു, നമസ്കാരം. ബിന്ദു. നമസ്കാരം സാർ. ബിന്ദു, DGP അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്താണ് അന്വേഷണത്തിന്റെ പുരോഗതി? എന്തെങ്കിലും അറിയുന്നുണ്ടോ ബിന്ദു? സാർ, ഞാനൊന്നും അറിഞ്ഞിട്ടില്ല. ബിന്ദു കൊടുത്ത പരാതി ഇപ്പോൾ എവിടെ പോയി? സാർ, ബിന്ദു അന്ന് കൊടുത്ത പരാതി, ആ പരാതിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് ബിന്ദു കരുതുന്നത്? ഉത്തരവിട്ടെന്നാണ് എനിക്ക് കേൾക്കാൻ കഴിഞ്ഞത്. പിന്നെയൊന്നും എനിക്കൊന്നും അറിയില്ല സാർ. അവിടെ സ്റ്റേഷനിൽ പിന്നീട് ആരെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് അന്വേഷിച്ചിരുന്നോ? നമ്മൾ ആരെങ്കിലുമായിട്ട് ബന്ധപ്പെട്ടിരുന്നോ? ഇവരിപ്പോഴും ആ പോലീസ് സ്റ്റേഷനിൽ തന്നെ തുടരുന്നുണ്ട്, ബിന്ദുവിനെ അപമാനിച്ചവർ? ഇല്ല ഇല്ല, അവിടെ തന്നെ ഉണ്ട്. ഇവരാരും പിന്നെ ബിന്ദുവിനെ വിളിക്കാൻ ശ്രമിച്ചിട്ടുമില്ല? ഇല്ല, ആരും വിളിച്ചിട്ടില്ല സാർ. ബിന്ദു പരാതി എവിടെയൊക്കെയാണ് കൊടുത്തിരുന്നത്? പട്ടികജാതി കമ്മീഷൻ ഓഫീസിലും DGPക്കും മുഖ്യമന്ത്രിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയാണോ കൊടുത്തത്? നേരിട്ടാ കൊടുത്തത്. അവിടെ ആരാ വാങ്ങിയത് അപേക്ഷ? P. ശശി എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി. അദ്ദേഹം വാങ്ങിയിട്ടെന്ന് പറഞ്ഞു? വാങ്ങിച്ചിട്ട് പറഞ്ഞു, അത് വായിച്ചെന്ന് നോക്കിയില്ല. അങ്ങോട്ട് കൊടുത്തപ്പോൾ അങ്ങോട്ട് വാങ്ങിച്ച് അവിടെ ഇട്ടിട്ട് പറഞ്ഞു, ഈ പരാതിക്കാർ മാല കണ്ടില്ലെന്ന് പരാതി കൊടുത്താൽ അവർ പോലീസ് പിടിക്കും, ഇതൊക്കെ കോടതിയിലാണ് പറയേണ്ടതെന്ന് മറുപടിയും പറഞ്ഞു. അതായത് പരാതിക്കാര് പരാതി കൊടുത്താൽ പോലീസ് പിടിക്കും എന്ന് CMന്റെ ഓഫീസിൽ നിന്ന് പറഞ്ഞു. ബാക്കി കാര്യങ്ങൾ കോടതിയിലാണ് പറയേണ്ടതെന്നോ പറഞ്ഞു? ഇതൊക്കെ കോടതിയിലാണ് പറയേണ്ടതെന്നാണ് സാർ മറുപടി പറഞ്ഞത്. പക്ഷെ നമ്മൾ പരാതി കൊടുത്തത് ഈ പോലീസുകാരുടെ ഭാഗത്തുനിന്നുണ്ടായ മോശം അനുഭവത്തിൽ നമ്മൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ കയ്യിലല്ലേ പരാതി കൊടുക്കാൻ പറ്റൂ, അല്ലാതെ വേറെ എവിടെയെങ്കിലും പരാതി കൊടുക്കാൻ പറ്റും? ഇല്ല സാർ. അപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ ഉറപ്പൊന്നും കിട്ടിയില്ല? നോക്കട്ടെ എന്നോ നടപടി എടുക്കാമെന്നോ അങ്ങനെ ഒന്നും കിട്ടിയില്ല? ഇല്ല ഇല്ല, ഉറപ്പൊന്നും കിട്ടിയില്ല സാർ. ഒന്നും പറഞ്ഞില്ല സാർ. അപ്പോഴത്തന്നെ നമ്മൾ പുറത്തു വന്നു. ബിന്ദുവും വേറെ ആരെ കൂടിയാണ് അവിടെ പോയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ? വക്കീലും കൂടിയാണ് പോയത്. അപ്പം ഈ നിങ്ങൾ രണ്ടുപേരുടെ മുമ്പിൽ വെച്ചാണോ ഈ P. ശശി ഇങ്ങനെ പറയുന്നത്? ഇങ്ങനെ പറയുന്നത്. അപ്പോഴത്തന്നെ നമ്മൾ വക്കീല് പോവാന്ന് പറഞ്ഞ് നമ്മൾ ഇനി ഇറങ്ങി. അപ്പോൾ ഈ കാര്യങ്ങൾ P. ശശി എടുത്ത് വിശദീകരിച്ചിരുന്നോ ബിന്ദു? ഇങ്ങനെയാണ് സംഭവം ഉണ്ടായത് അറിയാമോ? ബിന്ദുവിനെ മനസ്സിലായോ P. ശശിക്ക്? വിശദീകരിക്കാൻ പിന്നെ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഇങ്ങനെ കാര്യം സാറിനോട് പറഞ്ഞു. ഇത്രേ പറഞ്ഞുള്ളൂ, ശരിയെന്ന് പറഞ്ഞ് അപ്പോൾ നമ്മൾ ഇനി ഇറങ്ങി. വേറെ ഒന്നും പറയാൻ ചോദിച്ചില്ല, ഇത്രേ പറഞ്ഞോളൂ സാർ. അന്ന് ശരിക്കും ബിന്ദുവിന് ഏറ്റവും കൂടുതൽ മാനസിക വിഷമം ഉണ്ടാക്കിയത് ആരുടെ ഭാഗത്തു നിന്നുള്ള പെരുമാറ്റമായിരുന്നു പോലീസ് സ്റ്റേഷനിൽ? പ്രസന്നൻ പറയണ പേരെന്താ? പ്രസന്നൻ. പുള്ളി CI ആയിരുന്നു അവിടുത്തെ, അതോ SIO? രാത്രി ഡ്യൂട്ടി എന്നാണ് പറഞ്ഞത് സാറ്. രാത്രി ഡ്യൂട്ടി. എൻ്റെ ചേട്ടനും ചേച്ചിന്റെ മക്കളൊക്കെ വന്നപ്പോൾ അയാളാണ് അവിടെ ഇരുന്നത്. അപ്പൊ അയാൾ എന്താ പറഞ്ഞത്? അയാള് എൻ്റെ ചേട്ടനൊക്കെ വന്നപ്പോൾ കാപ്പിയൊക്കെ വെച്ചെന്ന പിന്നെ തരാനും ഒന്നിനും താമസിച്ചില്ല. ചേട്ടനെയൊക്കെ ചീത്ത പറഞ്ഞ് ഓട്ടിക്കുകയാണ് ചെയ്തത്. അത് ശരി. ആ സമയത്ത് അവരോട് വീട്ടുകാരോട് സംസാരിക്കാനും സംബന്ധിച്ചില്ല? ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചു. ഇല്ല താമസിച്ചില്ല സാർ. അസഭ്യം പറഞ്ഞോ? താമസിച്ചില്ല. കാപ്പി വാങ്ങിച്ചോണ്ട് എനിക്ക് തരാനും താമസിച്ചില്ല. മോശം വാക്കുകൾ ഉപയോഗിച്ചോ? ചേട്ടനെ
അവൻ ചീത്ത വിളിച്ച് ഓട്ടിച്ചു വിട്ടെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും അവരങ്ങ് വീട്ടിലേക്ക് തിരിച്ചു വന്നു. ബിന്ദുവിനെ അന്ന് എത്ര സമയം പോലീസ് സ്റ്റേഷനിൽ അവർ പിടിച്ചിരുത്തി ഈ ചോദ്യം ചെയ്യാൻ? ഞാനവിടെ 3:30 ചെല്ലുന്ന സമയം മുതൽ പിറ്റേന്ന് 24 തീയതി 12:30 എന്നെ പുറത്ത്. അതുവരെ ഞാൻ അതിനകത്തായിരുന്നു. ഈ അവിടെ ഇരുത്തിയത് സ്റ്റേഷന്റെ ഓഫീസിനുള്ളിൽ അല്ലേ? പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ കസേരയിൽ ഇരുത്തി? ഇല്ല സാർ, പെട്ടെന്ന് ഇങ്ങനെ കയറി വരുന്ന അവിടെ ഓപ്പണായിട്ട് എല്ലാവർക്കും കാണാം. അവിടെ തന്നെ ഇരുത്തി? ഇടയ്ക്ക് വന്ന് ചോദ്യം ചെയ്യും? അവിടെ തന്നെ ഇരുത്തി, ഓപ്പണായിട്ടാണ് സാർ ഇരുത്തി. ഇടയ്ക്ക് വന്ന് മാല എവിടെ എന്ന് ചോദിക്കും. ഇത് കിട്ടിക്കഴിഞ്ഞിട്ട് ഒരാൾ പോലും ബിന്ദുവിനെ വിളിച്ച് മാല കിട്ടിയെന്നോ ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണമെന്നോ ഒന്നും ഒരു വാക്ക് പോലും പറഞ്ഞില്ല അല്ലേ? ഈ സമയം വരെ ഞാൻ വിളിച്ചിട്ടില്ല സാർ, ആരും വിളിച്ചിട്ടില്ല. ഇതിൽ ഏറ്റവും കൂടുതൽ മാനസികമായി വിഷമിപ്പിച്ചത് പ്രസന്നനാണ്. പിന്നീട് ആരാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിച്ചത്? വനിതാ പോലീസ് ഉണ്ടായിരുന്നു അവിടെ? പ്രസന്നൻ. ഈ സാറാണ് ഏറ്റവും. വനിതാ പോലീസ് പിന്നെ അങ്ങനെ ചീത്ത അങ്ങനെ പറഞ്ഞൊന്നുമില്ല, എങ്കിലും അവർ വലിയ മോശമായിട്ടൊന്നും എന്നോട് പെരുമാറിയില്ല. ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് ഈ പ്രസന്നൻ എന്ന് പറയുന്ന സാറാണ്. ഈ പ്രസന്നൻ ബിന്ദുവിനടുത്ത് മോശമായിട്ട് സംസാരിച്ചിരുന്നു? ഈ മാനസികമായിട്ടങ്ങ് പിന്നെ തളർത്തി കളയുന്ന ഒരു ഇതായിരുന്നു സാർ. ആത്മഹത്യ ചെയ്യുമ്പോൾ ഞാൻ ഉറപ്പിച്ചതാ. ഈ മാല തന്നില്ലെങ്കിൽ മക്കളെ കൂടി കേസിൽപ്പെടുത്തുമെന്ന് പറഞ്ഞത് ഈ പ്രസന്നനാണോ? പ്രസന്നൻ സാർ. മക്കളെയും കേസിൽ കുടുക്കി ജയിലിൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് ഈ പ്രസന്നൻ പറഞ്ഞ സാറാണ്, ഈ പോലീസാണ് പറഞ്ഞത്. ഈ ബിന്ദുവിനോട് ഈ പ്രസന്നൻ മോശം ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും അസഭ്യം പോലെ, സഭ്യമല്ലാത്ത ഭാഷ? ഇല്ല, അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല സാർ, അങ്ങനെ ഉപയോഗിച്ചിട്ടില്ല. ഈ മക്കളെ പറഞ്ഞ് കേസിൽ കുടുക്കി ജയിലിൽ കൊണ്ട് അടയ്ക്കും, പിന്നെ നിന്നെ സമൂഹം ഒരു കള്ളിയേറ്റേ അങ്ങേയിരിക്കുള്ളൂ, പിന്നെ ജാമ്യം കിട്ടില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരുപാട് അങ്ങ് പറഞ്ഞ് വേദനിപ്പിച്ചത് ഈ പ്രസിഡന്റ് ഭരണ ഉദ്യോഗസ്ഥനാണ്. അവരോടൊപ്പം ബിന്ദു പറയുന്നില്ലേ, കരഞ്ഞു പറയുന്നില്ലേ, ഞാൻ എടുത്തിട്ടില്ല, ഈ സ്വർണ്ണമാല എടുക്കാത്തത് ഞാൻ എങ്ങനെ ഏക്കും എന്ന് പറയുന്നുണ്ട് അല്ലേ? അപ്പോഴൊക്കെ കരഞ്ഞു പറഞ്ഞു സാർ, കരഞ്ഞു. പിന്നെ എനിക്ക് ഒന്നിനും വയ്യ സാർ, വിശന്നു. ശാഖാരി സാർ ഒന്നും വെള്ളം പോലും എനിക്ക് തന്നിട്ട് എനിക്കൊന്നും. വെള്ളം ചോദിച്ചപ്പോൾ അവരെന്താ പറഞ്ഞത്? വെള്ളം ചോദിച്ചില്ലേ അവരോട്? ഞാൻ വെള്ളം ചോദിച്ചു. അപ്പോഴീ പ്രസിഡന്റ് പറഞ്ഞ സാറാണ് പറഞ്ഞു ബാത്റൂമിൽ ബക്കറ്റിലുണ്ട് പോയി കുടിക്കാൻ. വെള്ളം ചോദിച്ചപ്പോൾ ബാത്റൂമിലെ ബക്കറ്റിലുണ്ട് പോയി കുടിക്കാൻ പറഞ്ഞു അല്ലേ? പറഞ്ഞു. എന്നിട്ട് ഞാൻ പോയി നോക്കി സാർ, കുടിച്ചില്ല. ഞാൻ ബാത്റൂമിൽ പോയി, ടോയ്ലറ്റിൽ പോയിട്ട് ഞാൻ പിന്നെ പോന്നു. ഈ ബന്ധുക്കൾ വെള്ളം കൊണ്ട് വന്നപ്പോഴും അത് സമ്മതിച്ചതുമില്ല പ്രസന്നൻ? ഇല്ല, തരാനും താമസിച്ചതല്ല. കാപ്പി വാങ്ങിച്ചിട്ട് തന്നിട്ടും എനിക്ക് തരാൻ അവർ താമസിച്ചില്ല. ബിന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നത് എപ്പോഴാണ്? വൈകുന്നേരമാണോ കയറുന്നത്? പോലീസുകാർ വിളിച്ചപ്പോൾ അന്വേഷിച്ചുകൊണ്ട് കയറുന്നത് വൈകുന്നേരമാണോ? 3:30 മണിക്കാണ്. 3:30 മണിക്ക് ഞാൻ സ്റ്റോപ്പിൽ നിൽക്കുകയാണ് സാർ. ഇങ്ങോട്ട് എൻ്റെ വീട്ടിലോട്ട് വരാനുള്ള ബസ് കാത്ത് നിൽക്കുകയാണ്. എനിക്ക് 3:50 ഒരു ബസ്സുണ്ട്. ആ ബസ് കാത്ത് ഞാൻ ഇച്ചിരി കൂടെ കഴിഞ്ഞെങ്കിൽ ബസ് കയറി ഞാൻ പോയനായിരുന്നു. മനസ്സിലായി. ഇപ്പോഴാണ് എനിക്ക് ഈ വിളി വരുന്നത്. ഫസ്റ്റിൽ എടുത്തപ്പോൾ വിളിച്ചപ്പോൾ ഞാൻ എടുത്തില്ല, രണ്ടാമത് വിളിച്ചപ്പോൾ ഞാൻ എടുത്തു. അതായത് 3:30 പോലീസ് സ്റ്റേഷനിൽ 4 മണിയാകുമ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കയറുന്നു. അന്ന് രാത്രി മുഴുവൻ അവിടെ തന്നെയാണ് വരുന്നത്? 4 മണിയാവും സാറ്. 4 മണിയാവും സാർ. ഓട്ടോ വിളിച്ച് അങ്ങ് ഇച്ചിരി അങ്ങ് പോകണമല്ലോ പേരൂക്കട. 4 മണിയാവും സാർ. അപ്പം ഞാൻ സമയമൊന്നും നോക്കിയില്ല. ഞാൻ ചെന്നുകൊണ്ട് എൻ്റെ ഫോണ് SI അങ്ങ് വാങ്ങിച്ചു. എന്നിട്ടാണ് SI വാങ്ങിച്ചങ്ങ് വെച്ചു. പിന്നെ എനിക്ക് 24-ാം തീയതി 12:30 മണി, അതായത് ഏകദേശം 12:30 8-20 മണിക്കൂർ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞു അല്ലേ? കഴിഞ്ഞു സാർ. ജലപാനമില്ലാതെ ഭക്ഷണം കഴിച്ചില്ല? തന്നിട്ടില്ല സാർ. ഇല്ല, ഒന്നും തന്നിട്ടില്ല. ഇരുപത്തി ചോദിച്ചിട്ടുമില്ല.
ഓക്കെ, എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇപ്പോൾ കൈവിട്ട നിലയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണോ മനസ്സിലാക്കുന്നത്? അങ്ങനെ അവിടുന്ന് ഒരു പ്രതീക്ഷ എനിക്കില്ല സാർ. എനിക്ക് അങ്ങനെ അന്ന് കൊണ്ട് കൊടുത്തപ്പോൾ തന്നെ ഇങ്ങനെ നമ്മളടുത്ത് സാറ് മറുപടി പറഞ്ഞത്. പിന്നെ ബാക്കി 2 സ്ഥലത്തും എനിക്ക് വിശ്വാസമുണ്ട്. DGPയുടെ അവിടെ അല്ലേ? ഇവിടുത്തത് എനിക്ക് വലിയ വിശ്വാസക്കുറവാണ് സാർ. ഇല്ല, മുഖ്യമന്ത്രി. മനസ്സിലായി. ഓക്കെ, അപ്പം ഇനിയിപ്പം മുന്നോട്ട് ഈ അന്വേഷണം നടക്കട്ടെ. അന്വേഷണം നടന്നു കഴിഞ്ഞതിന് ശേഷം ബാക്കി എന്താ ചെയ്യേണ്ടതാണോ? മറ്റ് പരാതി ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇനി? കൊടുക്കുന്നുണ്ട് സാർ. വക്കീല് വിളിച്ചില്ല, വക്കീല് വിളിക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ശരി ബിന്ദു. അപ്പൊ എന്തായാലും അത് നടക്കട്ടെ. എന്തായാലും പരാതി കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. ബിന്ദുവിനെ 20 മണിക്കൂർ മാനസികമായി പീഡിപ്പിച്ചവർക്ക് തിരിച്ച സ്വർണ്ണമാല കിട്ടുമ്പോൾ ബിന്ദുവിനോട് വന്ന് ക്ഷമ പറയാനെങ്കിലുമുള്ളൊരു മനസ്സവർ കാണിക്കണമായിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ബിന്ദു ഇതിന് പോയില്ലായിരുന്നു അല്ലേ? ഇല്ല, അവിടെ വെച്ച് തീരാണ്ട പ്രശ്നമാണ് സാർ. ഈ പ്രസന്നം വന്നത് സോറി ഇങ്ങനെ വന്നതാണ്, സ്വർണം കിട്ടി എന്ന് അവർ നേരിട്ട് വിളിച്ചു പറഞ്ഞതുമില്ല അല്ലേ? അതായത് ഈ പോലീസുകാർ വിളിച്ചു പറഞ്ഞതുമില്ലേ? ഇല്ല സാറ്, ഇല്ല ആരും പറഞ്ഞു സാർ. ഞാൻ റോഡിൽ ഇറങ്ങിയപ്പോഴാണ് എൻ്റെ ചേട്ടൻ പറഞ്ഞത് മാല കിട്ടിയെന്ന് പോലീസുകാരൻ, ഒരു റിട്ടയർഡ് പോലീസുകാരൻ വിളിച്ചു പറഞ്ഞു ചേട്ടനോട്. അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത്. അല്ലാതെ ഈ ഓമന ഡാനിയലോ ഈ പോലീസുമാരോ ആരും എന്നോട് പറഞ്ഞിട്ടില്ല സാർ. ഈ പുലർച്ചെ രാവിലെ വരെയും ഈ പ്രസിഡന്റ് അവിടെ ഉണ്ടായിരുന്നു സ്റ്റേഷനിൽ, ഓഫീസർ? എന്നിട്ട് രാവിലെ പോയി. അങ്ങനെ ഡ്യൂട്ടി രാത്രിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോയി പറഞ്ഞ് ഞാനിവിടെ കാണില്ല എന്ന് പറഞ്ഞ് എൻ്റെ ചേട്ടനോട് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു. എൻ്റെ ചേട്ടൻ രാവിലെ വിളിച്ചു. അപ്പോൾ ചേട്ടൻ ബസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു ഞാൻ നമ്മുടെ ഡ്യൂട്ടിക്ക് കാണില്ല എന്ന് പറഞ്ഞു. എന്നാലും ആളിനെ കണ്ടാൽ അറിയാം. എൻ്റെ ചേച്ചിയുടെ മക്കൾക്ക് എല്ലാവരും ആളിനെ അറിയാം. ബിന്ദു അവിടെ ഈ ജോലിക്ക് നിന്നത് 3 ദിവസം മാത്രമായിരുന്നു ഓമന ഡാനിയലിന്റെ വീട്ടിൽ അല്ലേ? 3 ദിവസം. 3 ദിവസം സാർ. അതിൽ 3ാമത്തെ ദിവസമാണ് ഈ പരാതി വരുന്നത്. പിറ്റേ ദിവസം പോകാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. പിന്നീട് ഈ കേസ് ഉണ്ടായതിനു ശേഷം ഓമന ഡാനിയൽ വിളിച്ചോ ബിന്ദുവിനെ? ഇല്ല സാർ, വിളിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഒരു ദിവസം, ഏകദേശം ഒരു ദിവസം മുഴുവൻ സമൂഹത്തിന് മുന്നിൽ കള്ളിയായി നിൽക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി പോലീസ് സ്റ്റേഷനിലെങ്കിലും? ഉണ്ടായി സാർ, പോലീസ് സ്റ്റേഷൻ. ഈ പെൺകുട്ടികളും വല്ലാതെ ഭയന്നിട്ടുണ്ടാവുമല്ലേ, കുട്ടികളും? മക്കളെ ഞാനെന്ന് വെച്ചാൽ ജീവൻ എൻ്റെ മക്കള്. അവരും ഈ പരാതി വേണം, ഈ പോലീസുകാരനെതിരെ നടപടി വേണമെന്നാണോ ആഗ്രഹിക്കുന്നത് മക്കളും? മൂത്ത മോളത്ത് 17 വയസ്സായി. അവർക്ക് കാര്യങ്ങളെല്ലാം അറിയാം. കൊച്ചാള് ഇപ്പം 10, ഒന്നും പറയാനൊന്നും അറിയത്തില്ല. എങ്കിലും മൂത്ത മോള് എനിക്കൊപ്പം നിൽക്കും. അപ്പോൾ അവക്കാണ് ഭയങ്കര പ്രയാസം. എന്തായാലും നിയമ നടപടിയുമായി മുന്നോട്ട് പോകും, പിന്നോട്ടില്ല അല്ലേ? ഇല്ല സാർ, മുന്നോട്ട് തന്നെ പോയേ പറ്റുള്ളൂ സാർ. ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോകുമ്പോൾ ഒരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു സാർ, അന്വേഷിക്കുമെന്നൊരു പ്രതീക്ഷ. പക്ഷെ അവിടെ ചെന്നു ഈ സാറിൻ്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് വലിയൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. അതായത് പോലീസ് സ്റ്റേഷനിൽ എങ്ങനെയാണോ സ്വീകരിച്ചത് അതിൻ്റെ വേറെ രൂപത്തിലാണ് CMന്റെ ഓഫീസിൽ ഇതൊക്കെ പോലീസ് സ്വർണം മോഷണം പോയി എന്ന് പരാതി പറഞ്ഞാൽ വിളിക്കും, ബാക്കി കാര്യങ്ങളൊക്കെ കോടതിയിലാണ് പറയേണ്ടത് എന്ന ഒരു അഭിപ്രായമാണ് അവിടുന്ന് കേട്ടത് അല്ലേ? കേട്ടത്. ബാക്കി 2 സ്ഥലത്ത് പോയപ്പോഴും നല്ല സാറായിരുന്നു. നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ടു. നല്ല കാര്യമായിരുന്നു. പട്ടികജാതി കമ്മീഷൻ ഓഫീസിൽ പോയപ്പോഴും ആ സാറ് നല്ലതായിരുന്നു. ഓക്കെ, വേറെ ആരെങ്കിലും ബിന്ദുവിനെ സഹായിക്കാമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും പിന്തുണയ്ക്കുണ്ടോ ഇപ്പോൾ? ഒത്തിരി പേരൊക്കെ വന്നു. എൻ്റെ നാട്ടുകാരും എൻ്റെ പാർട്ടിക്കാരും സംഘടനക്കാർ ഒത്തിരി പേര് ആൾക്കാർ വന്നിട്ടുണ്ട് വീട്ടിൽ. ഓക്കെ, ബിന്ദു ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനയിൽ എന്തെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ? ഇല്ല സാർ, ഞാൻ എങ്ങും പോവില്ല സാർ. എങ്ങും പോകുന്നില്ല. എന്തായാലും നീതി കിട്ടും എന്നൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത് അല്ലേ? പാർട്ടിയിലെ വന്ന് പറഞ്ഞാലും
നീതി കിട്ടണം സാർ, എന്നാലേ എനിക്ക് മുന്നോട്ട് പോവാം. ഇതിനുശേഷം ബിന്ദുവിനെ ചില അവര് ജോലി നിന്നൊക്കെ ഒഴിവാക്കിയെന്ന് കേട്ടു, അത് ശരിയാണോ? അത് ശരി സാർ. ഞാൻ ആദ്യം ഈ കവടിയാറ് വീട്ടിൽ നിന്ന് അവര് പോലീസ് ഈ പ്രസിഡന്റ് എന്ന് പറയുന്ന സാർ ഈ കവടിയാറുള്ള പത്മജ എന്ന് പറഞ്ഞ അവരെ വിളിച്ചു. ഇങ്ങനെ ഇപ്പോൾ ആള് പോലീസ് കസ്റ്റഡിയിലാണെന്ന് പറഞ്ഞു. അപ്പോഴും അവർ എന്നെ തിരിച്ച് വിളിച്ചു പറഞ്ഞു, ബിന്ദു ഇനി വരണ്ട എന്ന് പറഞ്ഞു. ഞാൻ അത്രയും ദിവസം ജോലി ചെയ്ത പൈസ ഓഫീസിൽ മറ്റൊരു വീട്ടിൽ വിളിച്ചു പറയുകയും അങ്ങനെ ചെയ്തു സാർ. അവിടുത്തെ ജോലിയും കളഞ്ഞു ഇയാള് വിളിച്ചു പറഞ്ഞു. പിന്നെ കൊടപ്പനക്കുന്നിലുള്ള സാറ് മകേഷ് സാർ എന്നാണ്, അവിടെ ഞാൻ 3.5 വർഷം നിന്നത്. എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. ഇപ്പോഴും അങ്ങ് വിളിക്കും, കാര്യങ്ങളൊക്കെ സംസാരിക്കും. അവിടെ വിളിച്ച് പ്രസന്നം പറഞ്ഞോ? അവർക്ക് പറഞ്ഞു സാർ. എന്നെക്കുറിച്ച് അവർ അന്വേഷിച്ചു. അപ്പോഴാണ് സാർ അറിയുന്നത് ഈ കാര്യം. പക്ഷെ അവരൊക്കെ ചേച്ചിക്ക് എല്ലാവരും എൻ്റെ അടുത്ത് നല്ല അഭിപ്രായമാണ് സാറ്. ഇവിടെ 3.5 വർഷം നിന്നു, ഒന്നും എടുത്തിട്ടില്ല എന്ന് സാറ് മറുപടി പറഞ്ഞു. പിന്നെ സാറിന് എന്നെ വിളിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ നമ്മൾ 24-ാം തീയതി അവിടെ ഇറങ്ങിയതിന് ശേഷം ഇങ്ങോട്ട് വന്ന വഴിക്ക് സാറ് എന്നെ വിളിച്ചു, കാര്യങ്ങൾ സംസാരിച്ചു. സാറ് പറഞ്ഞു, പെട്ടെന്ന് തന്നെ നിങ്ങൾ പട്ടികജാതിയിൽപ്പെട്ടവരല്ലേ, പെട്ടെന്ന് തന്നെ തിരിച്ച് ബിന്ദു കേസ് കൊടുക്കണമെന്ന്. ഞാൻ കൊടുക്കാൻ സാറെന്ന് മറുപടിയും പറഞ്ഞു. പിന്നെ സാറ് വീട്ടിൽ വന്നതിന് ശേഷം എന്നെ വിളിച്ചു. ഇപ്പോഴും അവിടുത്തെ ചേച്ചി എന്നെ വിളിക്കും, സംസാരിക്കും. ഈ ബിന്ദു CPM അനുഭാവിയാണോ? CPM പാർട്ടി അനുഭാവി തന്നെയാണോ ബിന്ദു? വോട്ടിടാൻ പോകും സാർ, അല്ലാതെ അതിനെ കുറിച്ചൊന്നും അറിയില്ല. അങ്ങനെ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ അതിനോട് യോജിപ്പൊന്നുമില്ല അല്ലേ? ഇല്ല, എങ്ങും പോകണ്ട സാർ. ഇല്ല, ഞാൻ രാവിലെ എൻ്റെ വലിയ കാര്യങ്ങൾ നോക്കി എൻ്റെ കുഞ്ഞുങ്ങളെ വിട്ടിട്ട് ഞാൻ. ഇപ്പൊ ജോലിയുണ്ടോ ബിന്ദുവിന്? ഇല്ല, ജോലിയില്ല സാർ. ഇത് കഴിഞ്ഞിട്ട് പോവാന്ന് വെച്ചാണ് ഇരിക്കുന്നത്. ജോലിക്ക് പോകണം സാർ, പോയാലേ മുന്നോട്ട് പോകാൻ പറ്റും. പോയാലേ എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായി. അല്ലല്ല, വേണം, തീർച്ചയായിട്ടും വേണം. അങ്ങനെ വീട്ടിലിരുന്നാലും കാര്യമില്ല, വെറുതെ സങ്കടമൊക്കെ. ഇതൊക്കെ മാറും എന്തായാലും. ഇതിൽ അന്വേഷണം നടക്കും. ചുരുങ്ങിയ വർഷം പ്രസിഡന്റിന് ഒരു നടപടി ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കമ്മീഷണറുടെ ഒരു അന്വേഷണം വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ആ വാർത്ത ചെയ്തതിന് പിന്നാലെ DGP ഒരു ഉത്തരവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ബിന്ദു മക്കളുടെ അന്വേഷണം പറയുക, സന്തോഷമായിട്ടിരിക്കുക. രാവിലെ കാപ്പിയൊക്കെ കുടിച്ചായിരുന്നോ ബിന്ദു? പറയാം സാർ. കാപ്പി കഴിച്ചില്ല, ചേച്ചിയുടെ വീട്ടിൽ കാപ്പി ഉണ്ടാക്കണം. ശരി, കാപ്പിയൊക്കെ കുടിച്ച് സന്തോഷമായിട്ടിരിക്കുക. വീട്ടിൽ നിന്ന് ആഹാരമൊക്കെ കൊണ്ടുവരുന്നത്. താങ്ക് യു സാർ. ഓക്കെ, താങ്ക് യു ബിന്ദു, താങ്ക് യു.